ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുക. കുഞ്ഞുനാളിലെ മുതലേ കേട്ട ചില കഥകളെയും സംഭവങ്ങളെയും ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കഥകളിലൊന്ന് കരിങ്കണ്ണൻ്റെ കഥയാണ്. എന്തു കണ്ടാലും അതിനെക്കുറിച്ച് അത്ഭുതം കൂറിയാൽ എന്താണോ അയാൾ പറയുന്നത് അത് സംഭവിക്കും എന്നൊരു ചിന്ത ഈ കഥ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ ശത്രുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി കരിങ്കണ്ണനായ ഒരാളെ ഉപയോഗിക്കുന്നതാണ് കഥ. കടലിലൂടെ ഒരു സൈന്യം വരികയാണ് കപ്പലിൽ. അവർ വന്നാൽ തങ്ങളെ തോൽപ്പിക്കും എന്ന് ഭയമുള്ളതുകൊണ്ട് ഒരു പ്രതിവിധി അന്വേഷിക്കുമ്പോൾ അന്നത്തെ വിശ്വാസവും ബോധ്യമൊക്കെ അനുസരിച്ച് രാജാവ് ഒരു കരിങ്കണ്ണനെ കണ്ടെത്തുകയാണ്. ഈ കരിങ്കണ്ണൻ എന്തു നോക്കിയാലും കാണുന്നവയെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് സംഭവിക്കും. അത്ഭുതം കൂറിയാൽ മതി, അത് കത്തിച്ചാമ്പലാവും. അങ്ങനെയാണെങ്കിൽ ശത്രു സൈന്യത്തിൻ്റെ ഈ കപ്പൽ ദൂരെ നിന്ന് വരുമ്പോൾ ആ സേനയെ നേരിടുന്നതിന് പകരം ആ കപ്പലിന് ഈ കരിങ്കണ്ണനൊന്ന് കണ്ടാലോ? ആ കപ്പലിനെ കണ്ട് എന്തൊരു കപ്പൽ എന്ന് പറഞ്ഞാൽ മതി, കപ്പൽ ഉടനെ കത്തിപ്പോവും. ഇങ്ങനൊരു വിശ്വാസത്തിൽ കരിങ്കണ്ണനുമായി കടൽ തീരത്ത് സേനാനായകന്മാർ ചെല്ലുന്നു. സേനാനായകൻ വളരെ സൂക്ഷ്മമായി ദൂരെ നിന്ന് വരുന്ന കപ്പലിനെ നോക്കുകയാണ്. വളരെ ദൂരെ നിന്ന് ഒരു ചെറിയ പൊട്ടുപോലെ കപ്പൽ പ്രത്യക്ഷപ്പെടും. കപ്പലിൽ ചെറിയ പതാക മാത്രം കാണാം, അല്പം മാത്രം. അങ്ങനെ കാണുന്ന സേനാനായകൻ കരിങ്കണ്ണനോട് പറഞ്ഞു, ദാ വരുന്നു. കരിങ്കണ്ണന് കാണാൻ കഴിയുന്നില്ല. അയാൾ സൂക്ഷിച്ചു നോക്കി, കടലിങ്ങനെ പരന്നു കിടക്കാണ്, വേറൊന്നും കാണാനില്ല. വീണ്ടും ഈ സേനാനായകൻ ദൂരെ നിന്ന് വരുന്ന കപ്പലിനെ കണ്ടുകൊണ്ട് പറയുകയാണ്, ദേ ദൂരെ നിന്ന് വരുന്നു. കുറെ നേരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കരിങ്കണ്ണൻ പറഞ്ഞു, എന്തൊരു കണ്ണാ തൻ്റെത്, ഞാനിതുവരെ കണ്ടില്ല. ഇത് പറഞ്ഞു തീർന്ന നിമിഷം ഈ സേനാനായകന്റെ കണ്ണു പോയി എന്നാണ് കഥ. ഒരു നാവ് കൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമെന്നത് ഒരു കഥയിൽ മാത്രം ഒതുങ്ങിയുന്ന കാര്യമല്ല. എൻ്റെ ബാല്യകാലത്ത് ഇങ്ങനെ ചില ആളുകൾക്ക് ദോഷമുള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദൃഷ്ടിദോഷമുള്ളവരും നാവുദോഷമുള്ളവരും. ദൃഷ്ടിദോഷം ഏൽക്കാതെയും നാവുദോഷം തീണ്ടാതെയും ഇരിക്കാൻ ചില ചെപ്പടി വിദ്യകളും അന്ന് ശീലിച്ചിരുന്നു. ഇപ്പോൾ കെട്ടിടം പണിയുമ്പോൾ ഒരു കോലം ഉണ്ടാക്കി വയ്ക്കുക. നോക്കുന്നവർ ഈ കോലത്തെ നോക്കും, അപ്പം അതുകൊണ്ട് ഈ വീടിനെ കാണൂല. അപ്പം ആദ്യം നോക്കുന്ന നോട്ടത്തിൽ തന്നെ എന്തൊരു വലിയ വീട് എന്ന് പറഞ്ഞാൽ അത് ഇടിഞ്ഞു പോകുന്ന പേടി. അത് വരാതിരിക്കാൻ ഒരു കോലം ഉണ്ടാക്കി വയ്ക്കും. അതേപോലെ കൃഷിയിടത്തിൽ ഫലസമൃദ്ധമായി കൃഷി ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കോലം വയ്ക്കും. എന്തിനാ? കോലം കാണുമ്പോൾ ഈ ഫലത്തിലേക്ക് നോക്കാതെ കോലത്തിലേക്ക് നോക്കിയിട്ട് ഇയാളുടെ വാക്ക് നാവിൽ നിന്ന് വീഴാതിരിക്കണം. അങ്ങനെ ദൃഷ്ടിദോഷം ഏൽക്കരുത്, നാവുദോഷം തീണ്ടരുത്. ഇതിന് ചില പരിഹാരങ്ങൾ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ എടുക്കുകയും കുട്ടികൾ സുന്ദരിയാണെന്നൊക്കെ പറയുമ്പോൾ കവളത്തൊരു മറുകു കുത്തും. ദൃഷ്ടിദോഷം ഏൽക്കാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ സാമാന്യ വാക്ക് കണ്ണ് കെട്ടാതിരിക്കാൻ, കണ്ണ് കിട്ടാതിരിക്കാൻ എന്നാണ് കൊച്ചി ഭാഗത്തൊക്കെ പറയുക. അപ്പോൾ കണ്ണ് കിട്ടാതിരിക്കാൻ ചെയ്യേണ്ട പരിപാടി എന്താ? ഇങ്ങനെ കോലം വയ്ക്കുക, മറുകു കുത്തുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യും. അതേപോലെ കുഞ്ഞു കുട്ടികളെയൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോയാൽ എല്ലാവരും എടുക്കുകയും ഓമനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും നാവുദോഷം തീണ്ടിയാലോ? അതിന് മുളക് അടപ്പിലിടും. ഈ മുളക് അടപ്പിലിട്ടാൽ, തലയ്ക്കൊഴിഞ്ഞ് അടപ്പിലിട്ടാൽ, മുളക് പുകഞ്ഞാൽ, ഭയങ്കര മണം വന്നാൽ പറയും നാവുദോഷം ഉണ്ടായിരുന്നു, അത് പോയി. മുളക് ഒട്ടും പുകഞ്ഞില്ലെങ്കിലോ ചിലപ്പോൾ പുകയില്ല, മണം വരില്ല. മണം വരാതെ വന്ന പറയും ഭയങ്കരമായ ദോഷമായിരുന്നു. രണ്ട് വന്നാലും ഇത് പറയും. ഒരു കാര്യമുള്ളത്, ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് സാമാന്യമായി ഇന്നറിയാം. ഇന്ന് ആർക്കും ഈ മുളകടപ്പിലിടാൻ കഴിയില്ല. ഗ്യാസ് അടുപ്പും ഓവനും ഒക്കെ ആണല്ലോ, അപ്പം അത് കഴിയില്ല. അതേപോലെ തലയ്ക്കൊഴിഞ്ഞ് കടുകിടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്നത് നടപ്പുള്ള കാര്യമല്ല. ഗ്യാസ് അടുപ്പിൽ എങ്ങനെ കടുകിടുക? അപ്പോൾ കടുകിടാൻ പറ്റുന്നില്ല. പക്ഷെ ഈ വിശ്വാസം പോയിട്ടില്ല. നാവുദോഷമുണ്ട്, ദൃഷ്ടിദോഷമുണ്ട് എന്ന സാമാന്യ ബോധത്തിനകത്ത് നിലനിൽക്കുന്ന അന്ധവിശ്വാസത്തെ ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. വീട് ഇപ്പോൾ വെക്കുമ്പോഴും കോലം വെക്കുന്നുണ്ട്, കൃഷി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും കോലം വെക്കുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവർ നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുന്നുവെന്ന അബദ്ധധാരണ ഒരു അന്ധവിശ്വാസമാണ്. നാവ് കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ പറയുന്നത് പോലെ സംഭവിക്കും എന്ന് കരുതുന്നതും ഒരു അന്ധവിശ്വാസമാണ്. കരിനാവുള്ളവർ അവരെന്ത് നാക്കെടുത്ത് വളച്ചാലും അതേപോലെ സംഭവിക്കും എന്നൊരു തെറ്റിദ്ധാരണ
ഇപ്പോഴും സമൂഹത്തിനകത്തുണ്ട്. അപ്പൊ നമ്മുടെ അന്ധവിശ്വാസമാണെന്ന് പറയുമ്പോൾ അവർ പറയുന്ന കാര്യം അങ്ങനെയല്ല, സംഭവിച്ചിട്ടുണ്ട്. എന്തു മുടിയാന്ന് ഇന്നയാൾ പറഞ്ഞു, അതിൽ പിന്നെ മുടി കൊഴിഞ്ഞു പോയി. എന്തു ഭംഗിയാന്ന് പറഞ്ഞു, അതിൽ പിന്നെ രോഗം മാറിയിട്ട് നേരമില്ല. കുട്ടിയെടുത്ത് ഓമനിച്ചു, അതോടുകൂടി ആ കുട്ടിക്ക് രോഗമായി എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ ശാസ്ത്രീയമായ ഈ യുഗത്തിൽ ഇതെല്ലാം ഒട്ടും വിലവയ്ക്കപ്പെടാൻ ഇടയാകാത്തതാണ്. പക്ഷേ ഇപ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾ നമ്മൾ പേറുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവരും നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ, അതുപോലെ സംഭവിക്കും എന്ന് പറയുന്നവരും. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ദൈവനിഷേധം നടത്തുന്നുണ്ട്, ഒപ്പം തന്നെ യുക്തിബോധമില്ലാതെയും പെരുമാറുന്നുണ്ട്. ഈ നാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നാവ് ഇപ്രകാരം കുഴപ്പം പിടിച്ചതല്ലേ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നാം. വിശ്വാസികളെ സംബന്ധിച്ച് നാവിനെ സംബന്ധിച്ചുള്ള അവരുടെ ചിന്തകളിൽ ഈ പറഞ്ഞ അന്ധവിശ്വാസത്തിന് ഇട നൽകുന്ന ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ലോകം തന്നെയാണെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ ദുഷ്ടതയുടെ ലോകമാണ് നാവെന്ന് പറയുമ്പോൾ അത് പ്രകൃതി ചക്രത്തെ പോലും ചുട്ടുപൊഴിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും തിന്മയുടേതാകരുത്, നന്മയുടേതാകണമെന്ന് പറയാൻ വേണ്ടിയാണ് ശ്ലീഹ അത് പറയുന്നത്. അപ്പൊ അതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് എന്താണ് നാവെന്ന് അറിയണം. നാവ് നമ്മുടെ 5 കരണങ്ങളിൽ ഒന്നാണ്. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്. നാവിന് 2 പ്രവൃത്തിയാണുള്ളത്. ഒന്ന് രുചി അനുഭവിക്കുക, രണ്ടാമത് സംസാരിക്കുക. ഈ നാവ് നമ്മൾ പറയുന്ന കരണമാണ്. ചെറിയ അവയവമാണ് നാവ്, എല്ലാത്ത നാവ് എന്നൊക്കെ പറയില്ലേ. ഒരു കരണമാണ് നാവ്, അതൊരു ഇന്ദ്രിയമല്ല. ഇനി നാവ് ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊരു നാവല്ല ഉള്ളത്, നമുക്ക് 2 നാവുണ്ട്. ഒരു നാവ് നമ്മൾ സംസാരിക്കുന്ന ഈ നാവാണ്, ബാഹ്യമായിട്ടുള്ള നാവാണ്, കരണമാണ്. ഒരു നാവ് ആന്തരികമായ നാവാണ്. ബാഹ്യമായുള്ള നാവ് സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്കാണ് ആശയങ്ങൾ സംവേദനം ചെയ്യുക. ഒരു നാവ് അവനവന്റെ പ്രവൃത്തിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന നാവാണ്. അങ്ങനെ അവനവനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു നാവുള്ളത് നാം തിരിച്ചറിയണം. ആന്തരികമായ നാവാണ് നമ്മുടെ പ്രവൃത്തികളുടെയൊക്കെ അടിസ്ഥാനമായി നിലകൊള്ളുക. ഒരു കോഴിക്കറി നമ്മൾ കണ്ടെന്നിരിക്കട്ടെ. അപ്പൊ കോഴിക്കറിയുടെ ഗന്ധം മൂക്കിലടിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ ആന്തരിക നാവിനോട് മനസ്സ് ചോദിക്കും, എന്താണത്? അപ്പൊ നാവ് പറയും, അത് കോഴിക്കറിയാണെന്ന് തോന്നുന്നു. ഉടനെ അടുത്ത ചോദ്യം വരും, എങ്ങനെയുണ്ട്? കൊള്ളാമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മനസ്സ് തരംഗരൂപത്തിൽ ചലിക്കും. തരംഗരൂപത്തിൽ ചലിക്കുന്ന മനസ്സ് നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയിൽ തട്ടും. ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് ഉമിനീർ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ വായിൽ വെള്ളമൂറും. അങ്ങനെ വെള്ളമൂറുന്ന ഈ പ്രവൃത്തി നടത്തുന്നത് ആന്തരിക നാവിന്റെ സംസാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് കാണുമ്പോഴും കൊള്ളാമോ കൊള്ളുകയില്ലയോ എന്നൊരു ചോദ്യം വരും. എന്തുത്തരം നമ്മുടെ ആന്തരിക നാവ് പറയുന്നു എന്നതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ അതുകൊണ്ട് നാവിനെ കാണുമ്പോൾ ബാഹ്യമായ നാവിനെ മാത്രം കണ്ടാൽ പോരാ, ആന്തരിക നാവിനെയും കാണണം. മൗനവും അങ്ങനെയാണ്. നമുക്ക് മിണ്ടാതിരിക്കാം പുറമെ, അപ്പോൾ സംസാരിക്കുന്നില്ല, പക്ഷേ അകത്ത് സംസാരം നടന്നുകൊണ്ടിരിക്കുക. അകസംസാരം, സെൽഫ് ടോക്കാണ് യഥാർത്ഥത്തിൽ നമ്മെ വിഷലിപ്തമോ നന്മയോ ആയ പ്രവൃത്തികൾക്കായിട്ട് സജ്ജമാക്കുന്നതും അത് പ്രയോഗത്തിൽ കൊണ്ടിരുന്നത്. ബാഹ്യമായ നാവ് കരണം എപ്പോഴും മറ്റുള്ളവർക്കാണ് അനുഭവപ്രദമാകുക. അതേസമയം നമ്മുടെ ആന്തരിക നാവ് നമുക്ക് തന്നെയാണ് അനുഭവമായി മാറുക, അത് നമ്മിൽ തന്നെയാണ് പ്രവർത്തിക്കുക. ആന്തരിക നാവിന്റെ സംസാരം അനുസരിച്ചാകണം ബാഹ്യനാവിന്റെ സംസാരം. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അകത്തൊന്ന് പറയും, പുറത്ത് വേറൊന്ന് പറയും. അത് നമ്മുടെ ഒരു ശീലമാണ്, അതൊരു കാപട്യമാണ്. അകത്ത് തോന്നുന്നതല്ല പുറത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ അകത്ത് പറയുന്ന വാക്കിനെ നമ്മുടെ നാവ് പുറത്തേക്ക് പറയുമ്പോൾ ആ നാവ് നമ്മെ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. നാം എന്താണോ അത് പ്രകാശിപ്പിക്കും. ലൂക്ക 6:45 ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നതെന്ന് പറയും. ഉള്ളിലുള്ളതാണ് പുറത്ത് പറയുക. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, നിന്റെ നാവിലാണ് നിന്റെ അനുഗ്രഹം. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? ചില പ്രഘോഷങ്ങളിലൊക്കെ അങ്ങനെ കേൾക്കാം, നിന്റെ നാവിലാണ് നിന്റെ അനുഗ്രഹം. അത് യഥാർത്ഥ സുവിശേഷബന്ധിയായ ഒരു വാക്യമൊന്നുമല്ല, സാധാരണ പറയുന്ന വാക്കാണ്. നിന്റെ നാവിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നിന്റെ നാവിൽ നിന്ന് എന്നതാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. അതായത് മറ്റുള്ളവരോട് അഹിതമായി സംസാരിക്കുമ്പോൾ തിരിച്ച് അറ്റാക്ക് ഉണ്ടാവുകയോ ദുരനുഭവം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ നിന്റെ നാവാണ് കുഴപ്പക്കാരൻ എന്ന് പറയും. ഇനി നല്ല വാക്ക് പറഞ്ഞാലും അപകടം ഉണ്ടാകാം. നല്ല വാക്ക് പറഞ്ഞ ചില ആളുകൾ അപകടത്തിൽപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ യേശുക്രിസ്തുവാണ്. ദൈവം സ്നേഹമാണെന്നും നിങ്ങൾ സ്നേഹിക്കണമെന്നും പറഞ്ഞപ്പോൾ കുരിശാണ് ലോകം കൊടുത്തത്. നല്ല നാവാണ്, നന്നായിട്ടാണ് പറഞ്ഞത്, ദൈവം പറഞ്ഞ വാക്കാണ് പറഞ്ഞത്. പക്ഷേ കേട്ടവർ ആ നാവിനെ അനുഗ്രഹപ്രദമായ ഒന്നായി കണ്ടില്ല. അപ്പോസ്തലന്മാരുടെ കാര്യത്തിലും വിശുദ്ധന്മാരുടെ കാര്യത്തിലൊക്കെ നമുക്കിത് കാണാം. അപ്പോസ്തലന്മാരെയൊക്കെ വാളിനിരയാക്കിയതും കുരിശെ തറച്ചതും ഒക്കെ എന്തുകൊണ്ടാണ്? അവരുടെ വായിരിപ്പിന്റെ കുഴപ്പമാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ കുരിശെ തറച്ചു കൊന്നവനെ കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്, അവനാണ് ദൈവം. ഇത് പറഞ്ഞതിനാണ് പത്രോസിനും കൂട്ടർക്കും ഒക്കെ അടി കിട്ടിയത്. അപ്പോൾ നാവ് എന്ന് പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കണം. നാം പറയുന്ന വാക്കിന് എന്ത് ലഭിക്കുന്നു എന്നല്ല, നമ്മുടെ നാവ് നമ്മയാണ് പ്രകാശിപ്പിക്കുക. അപ്പോസ്തലന്മാരുടെ ഉള്ളിൽ യേശുക്രിസ്തുവാണ് പരമപ്രധാനമായിരുന്നത്. അവർ അതുകൊണ്ട് നാവിനോട് ഇത് ഉപയോഗിച്ചു. അതല്ലാതെ നാവിലാണ് അനുഗ്രഹം ഇരിക്കുന്നതെന്ന് പറയുന്നത് ഒരു അബദ്ധമാണ്. ഇനി വേറൊരു കാര്യം ചിന്തിക്കാം. ഈ അനുഗ്രഹം എന്നാൽ എന്താണ്? അനുഗ്രഹം ദൈവം കൂടെ വരിക എന്നാണ്. അതല്ലാതെ അനുഗ്രഹം എന്തെങ്കിലും ഒരു ആശിസ് മാത്രമല്ല. സാധാരണ ഇതിൻ്റെ ആശിസ്, നന്മ പറയുന്നതൊക്കെ അനുഗ്രഹമായിട്ട് പറയും. ഇപ്പം പിതാക്കന്മാരും മാതാക്കളും ഒക്കെ അനുഗ്രഹിക്കുന്നത് ഇത്തരത്തിലാണ്. പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്നൊക്കെ ആൾക്കാർ പറയൂലേ, അതിന് ഇത്ര അർത്ഥമുള്ളൂ. ഒരു അമ്മ എന്ന നിലയ്ക്ക് അമ്മ നൽകുന്ന ആശിസാണ്. ദൈവാനുഗ്രഹം അങ്ങനെയല്ല. ദൈവാനുഗ്രഹം കൂടെ വരലാണ്. മോശ പറയുന്നുണ്ട്, നീ കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ പോകില്ല. മരുഭൂമിവാസക്കാലത്ത് അവർ യാത്ര ചെയ്യണമെങ്കിൽ ദൈവം കൂടെ വരണം. നീ കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ പോകില്ല. കൂടെ വരവിൻ്റെ പേരാണ് അനുഗ്രഹം. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം കൂടുക എന്നതാണ് അനുഗ്രഹത്തിൻ്റെ അർത്ഥം. ഇനി പെനുവേൽ നദിക്കരയിൽ വെച്ച് യാക്കോബ് കർത്താവിൻ്റെ പുരുഷനുമായി ഒരു മല്ലയുദ്ധം നടത്തുന്നുണ്ട്. നമ്മളത് വിചാരിച്ചേക്കുന്നത് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടൊരു സമയമെന്നാണ്. അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നറിയില്ല. യാക്കോബ് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. ലാബാന്റെ അടുത്ത് നിന്ന് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. ഭാര്യയുണ്ട്, മക്കളൊക്കെ കൂടെ ഉണ്ട്. എവിടേക്കാണ് തിരിച്ചു പോകുന്നത്? ഏസാവിൻ്റെ അടുത്തേക്കാണ്. അവിടെ ഏസാവുണ്ട്. ഏസാവിന് യാക്കോബിനോട് നല്ല ബന്ധമായിരിക്കുമോ? നിശ്ചയമായും കടിഞ്ഞൂലവകാശം പായസം കൊടുത്ത് തട്ടിയെടുത്ത് പോന്ന യാക്കോബിന് ഏസാവിന് ഭയമാണ്. താൻ തിരികെ ചെല്ലുമ്പോൾ പ്രതികാരം വീട്ടുമെന്ന് ഭയം അവനുണ്ട്. ഇങ്ങനെ ഭയമുള്ള സമയത്താണ് പെനുവേൽ നദിക്കരയിൽ വെച്ച് കർത്താവുമായി യാക്കോബ് ഏറ്റുമുട്ടുന്നത്. ആ ഏറ്റുമുട്ടിയപ്പോൾ യാക്കോബിന്റെ ബലഹീനതയെ തിരിച്ചറിയാൻ വേണ്ടി തുടയിലിൽ തട്ടി സ്നായു ഇളകി. അങ്ങനെ ഏന്തിയാണ് അവൻ പിന്നെ പോകുന്നത്, മനുഷ്യന്റെ ബലത്തിലല്ല. അതേസമയം ദൈവം അവനൊരു പേര് കൊടുത്തു, ഇസ്രായേൽ. യാക്കോബ് എന്നാൽ കൗശലക്കാരൻ എന്നാണ്, അത് പഴയ പേരാണ്. ആ പേരാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. ഇസ്രായേൽ രക്ഷകൻ എന്ന പേര് കൊടുത്തുകൊണ്ടാണ്, ദൈവം കൂടെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം അവനെ വിടുന്നത്. നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നാണ് യാക്കോബ് പറയുന്നത്. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ, നീ എന്നിൽ കൂടിയില്ലെങ്കിൽ. അപ്പം അനുഗ്രഹം എന്നത് ദൈവം കൂടുന്ന പേരാണ്, ശരീരത്തിൽ കൂടുന്ന പേരാണ്. ദൈവം കൂടെ വസിക്കുന്നതിൻ്റെ പേരാണ് അനുഗ്രഹം. യേശു ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ കൂടെ വരുന്നവനാണ്, നമ്മുടെ കൂടെ നമ്മിൽ പ്രവർത്തിക്കുന്നവനാണ്, നമ്മുടെ അകത്ത് വസിക്കുന്നവനാണെന്നാണ് അതിനർത്ഥം. അതല്ലാതെ ഒരു ആശിസായിട്ട് കരുതരുത്. ഇനി അനുഗ്രഹത്തിന് കൊടുത്തൊരു നിർവചനം, ഒരു പ്രഘോഷത്തിൽ കേട്ട നിർവചനം രസകരമായി തോന്നി. അതായത് നിത്യകാലം തലമുറകളോളം നിലനിൽക്കുന്ന ഐശ്വര്യത്തെയാണ് അനുഗ്രഹം എന്ന് പറയുന്നതെന്ന് പറയണേ. നിത്യകാലം, അതായത് തലമുറകളോളം നിലനിൽക്കുന്ന ഐശ്വര്യത്തെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ വാക്കുകളെ ശ്രദ്ധിക്കണം. ക്രിസ്തുവിന് മുമ്പ് 1500 വർഷം മുമ്പ് സോക്രട്ടീസും വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായ വോൾട്ടയറും പറയുന്നുണ്ട്, ഫസ്റ്റ് യു ഡിഫൈൻ യുവർ ടേംസ്. നിങ്ങൾ പറയുന്ന വാക്കുകൾ പരിശോധിക്കണം. ഐശ്വര്യം എന്ന് വെച്ചാൽ എന്താ? ഐശ്വര്യം എന്ന് വെച്ചാൽ ഈശ്വര ബന്ധമെന്നാണ് അർത്ഥം. അനുഗ്രഹം എന്ന് വെച്ചാൽ ദൈവം കൂടെ വരുന്നതാണ്. ഭൗതിക വസ്തുക്കൾ കിട്ടുന്നതോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതോ അതൊന്നും അല്ല അനുഗ്രഹം. അനുഗ്രഹം ദൈവം കൂടെ വരുന്നതാണ്. ആദിയിൽ ദൈവത്തോടൊപ്പമായിരുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, വീണുപോയി. ആ വീണുപോയ മനുഷ്യൻ ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ദൈവം തുണയില്ല എന്ന ചിന്തയിലാണ് ഭൂമിയിൽ ഉളറുന്നത്. അങ്ങനെയുള്ള സമയത്ത് ദൈവം കൂടെ വരുന്നു എന്ന കാര്യമാണ് അനുഗ്രഹം. അപ്പം അത് തിരിച്ചറിയണം. അതിന് പകരം
അത് തലമുറകളോളം നിലനിൽക്കുന്ന ഐശ്വര്യമാണ്, നിലനിൽക്കുന്ന ഐശ്വര്യത്തെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത് തെറ്റായ വ്യാഖ്യാനമാണ്, വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനമാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എന്തു പറയുന്നു നാം അതായിത്തീരും. ഇത് സാധാരണ രീതിയിൽ ചില മനസ്സിന്റെ വ്യാപാരങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ പറയുന്ന കാര്യമാണ്. നീ എന്തു പറയുന്നു അതായിത്തീരും. ഞാൻ വിജയിക്കും, ഞാൻ വിജയിക്കും, ഞാൻ വിജയിക്കും എന്ന് പറഞ്ഞ് ഞാൻ വിജയിക്കും, ഞാൻ തോൽക്കും, ഞാൻ തോൽക്കും, ഞാൻ തോൽക്കും എന്ന് പറഞ്ഞാൽ തോറ്റുപോകും. അങ്ങനെ സംഭവിക്കില്ല. കാരണം നാം എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. നാം ആയിരിക്കുന്ന ദൈവ പദ്ധതി അനുസരിച്ചാണ്. ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ട് അതിനെ തിരുത്താനാവില്ല. നാം എന്തു പറയുന്നുവോ അതായിത്തീരുമെന്നല്ല, നാം എന്തു പറയുന്നുവോ നാം അതാണ്. നമ്മുടെ ഉള്ളിലുള്ളതാണ് നാം പറയുന്നത്. അഥവാ നാം എന്താണോ അത് വെളിപ്പെടുത്തും നമ്മുടെ നാവ്. അപ്പൊ നമ്മൾ ഒരാളോട് മോശം വാക്ക് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, അസഭ്യം സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, അത് കേൾക്കുന്നയാൾക്ക് നമ്മളെ മനസ്സിലാവും. നമ്മൾ സ്നേഹത്തിൽ വ്യാപരിക്കുകയാണെന്നിരിക്കട്ടെ, സംസാരം സ്നേഹസ്മരണമാണെന്നിരിക്കട്ടെ, അത് കാണുന്നയാൾക്ക് നമ്മളെ മനസ്സിലാവും. നമ്മുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ അതരത്തിലെ സംഭാഷണം. അതുകൊണ്ടാണ് വാക്ക് വാതിലും പൂട്ടും വെക്കണം, വാക്കുകൾ അളന്നു തൂക്കി സംസാരിക്കണം എന്ന് പറയുന്നത്. കാരണം നാം ദൈവജനാണ്, ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ മക്കളാണ് എല്ലാവരും എന്ന് ചിന്തിക്കുകയും ദൈവം കൂടെ വസിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരാൾ ദൈവം അകമയുണ്ടെന്ന ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ അയാളുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെ സ്നേഹത്തിന്റെ വാക്കുകളായിട്ട് മാറും. ദൈവത്തിന്റെ വാക്കുകൾ നാം ഉച്ചത്തിൽ പറയണം. അങ്ങനെ ഉച്ചത്തിൽ പറയുമ്പോൾ ആ വാക്ക് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. അത് ശക്തിയുള്ളതാണെന്നാണ് പറയുക, എനർജി ഫോം ആണെന്നാണ് പറയുക. നാം ദൈവത്തിന്റെ വാക്ക് ഉറക്കെ പറയുന്നത് വലിയ കാര്യമാണോ? സാധാരണ പറയല്ലോ ഉറക്കെ പ്രാർത്ഥിക്കൂ. ഉറക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഉറക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് ഉത്കർഷം ഉണ്ടാകാൻ വേണ്ടി മാത്രം ഉപകരിക്കും. നമ്മൾ യേശുവേ നന്ദി എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കൊരു പ്രേരണ ഉണ്ടാവും. അതല്ലാതെ ഉച്ചത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്ക് പ്രവർത്തിക്കും എന്ന് പറയും, നമ്മുടെ വാക്കുകൾ പ്രവർത്തനക്ഷമമാകുമെന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. പലപ്പോഴും പലതുപോലെയാണ് സംസാരിക്കേണ്ടി വരിക. ഏറ്റവും ശാന്തമായി സംസാരിക്കണമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. ശാന്തനാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. പകമേ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയണം. ആ ദൈവമാണ് ഇനി പ്രവർത്തിക്കുന്നത് തിരിച്ചറിയണം. ആ ബോധ്യത്തോടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്ക് ദൈവത്തിന്റെ വാക്കായിട്ട് മാറും. വിലകെട്ടവ പറയാതെ നീ സദ്വചനങ്ങൾ മാത്രം ഉരുവിട്ടാൽ നീ എൻ്റെ നാവ് പോലെയാവും. എങ്ങനെയാണാവുക? നമ്മുടെ അകത്ത് ദൈവത്തിന്റെ വചനം വസിക്കുകയും ആ ദൈവമാണ് എന്നിൽ വസിക്കുന്നത് ബോധ്യത്തോടെ സംസാരിക്കുകയും ചെയ്യും. യെരമ്യാ 15:19 അത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അകത്ത് വസിക്കുന്നതിനെ തിരിച്ചറിയുമ്പോൾ പ്രകാശിപ്പിക്കുന്നത് ദൈവത്തെയാവും. നല്ല വാക്ക് പറയുമ്പോൾ, സ്നേഹത്തിൽ സംഭാഷണം ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് ഉത്കർഷം ഉണ്ടാകാനായി സംസാരിക്കുമ്പോൾ. അതല്ലാതെ ഉറക്കെ പറഞ്ഞാൽ ആ വാക്ക് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും എന്ന് പറയുന്നത് ഒരു വിഡ്ഢിത്തമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പിശാച് എങ്ങനെയായിരിക്കും പറയുക? മത്സര പ്രാർത്ഥന കണ്ടിട്ടുണ്ടോ? മത്സര പ്രാർത്ഥനയുണ്ട്. ഒരിക്കൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിനകത്തിരുന്ന് പ്രാർത്ഥിക്കാനിടയായി. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നെടുനീളൻ വാചകങ്ങളാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ചേച്ചി അവിടെ ഇരുന്ന് ലോകത്തിനു വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതായത് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഒരു കാരണവശാലും ഇനി തൻ്റെ അത്രയും ശബ്ദമോ താൻ പറയുന്നത്ര വിഷയങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ലോകം മുഴുവനെ സമർപ്പിക്കുന്നു, പ്രപഞ്ചഗോളങ്ങളെ സമർപ്പിക്കുന്നു, അതിലെല്ലാ ജീവജാലങ്ങളെയും സമർപ്പിക്കുന്നു, എല്ലാ മനുഷ്യരെയും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നീണ്ടു നിൽക്കുന്ന ഒരു നെടുങ്കൻ പ്രാർത്ഥനയാണ്. നല്ല ഉറക്കെ. അടുത്തിരിക്കുന്ന സഹോദരി ഈ പറഞ്ഞ പ്രാർത്ഥനയെ കൗണ്ടർ ചെയ്യാവുന്ന തരത്തിൽ ശബ്ദത്തിൽ, അതിനേക്കാൾ മുഴങ്ങുന്ന ശബ്ദത്തിൽ എല്ലാ ആത്മാക്കളെയും ഇവിടെ നിന്ന് വിട്ടു, പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടു, അദൃശ്യലോകത്തേക്ക് പോയി. അങ്ങനെ ശുദ്ധീകരണ ആത്മാക്കൾ അങ്ങനെ തുടങ്ങി എല്ലായിടത്തും ഈ മറ്റേയാൾ പറയാത്തതെല്ലാം ഉറക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്തയാൾ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ശബ്ദത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് ഒരു കോലാഹല പ്രാർത്ഥനയാണ്. പറയുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഇതൊരു മത്സരം അതിനകത്തുണ്ട്. പിശാച് പറയും ഉറക്കെ പ്രാർത്ഥിച്ചോ, ഉറക്കെ ചെല്ലിക്കോ, അകത്തേക്ക് കയറ്റണ്ട. നന്മ നിറഞ്ഞോ മറിയമേ സ്വസ്തി, കേട്ടാത്തോന്ന് എന്തൊരു ഭക്തൻ, അകത്തേക്കേ പ്രവേശിക്കുന്നില്ല. ദൈവമേ നീ പരിശുദ്ധൻ, ഉറക്കെ പറയും, പക്ഷേ അകത്തേക്ക് കയറ്റണ്ട. അകത്തേക്ക് വചനം കയറ്റാതെ, അകത്തേക്ക് പ്രാർത്ഥനയെ ഉൾക്കൊള്ളിക്കാതെ പുറമേ ശബ്ദമുണ്ടാക്കുന്നവർ. അങ്ങനെ ശബ്ദമുണ്ടാക്കിയാൽ ആ ശബ്ദത്തിന് ശക്തിയുണ്ട് എന്ന് പറയുന്നത് ഒരു മൗഢ്യമാണ്. അത് യഥാർത്ഥത്തിൽ എന്താണ് വാക്കിന്റെ ശക്തി എന്നറിയാത്തത് കൊണ്ടാണ്. ഇനി ഒരു സമൂഹം ഒന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നു, ഉറക്കെ സ്തുതിക്കുന്നു, ഒക്കെ നല്ലതല്ലേ? നല്ലതാണ്. എന്താണ് അതിലെ പ്രത്യേകത? അത് നാം തിരിച്ചറിയണം. ഉറക്കെ സ്തുതിക്കുമ്പോഴുള്ള കാര്യം. വീഡിയോ നീണ്ടുപോയാൽ ക്ഷമിക്കണേ.
കാരണം ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. ഉറക്കെ സ്തുതിക്കുന്നു, എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പറയും ഏറ്റവും ശബ്ദത്തിൽ സ്തുതിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഏറ്റവും ശബ്ദത്തിൽ സ്തുതിക്കും. കറണ്ട് പോകുമ്പോൾ സ്തുതിക്കുന്നതിൻ്റെ പേരല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. പിന്നെ കറണ്ട് പോകുമ്പോൾ കറണ്ട് പോയി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ, അതായത് മറ്റേയാൾക്ക് പ്രസംഗിക്കാൻ വയ്യ, അപ്പം നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരുന്ന എനിക്ക് കുറച്ച് നേരം ആശ്വാസം കിട്ടും, അതല്ല ഇത്. എല്ലാവരും ചേർന്ന് സ്തുതിക്കുക. എത്ര നേരം സ്തുതിക്കണം? മിനിമം 20 മിനിറ്റെങ്കിലും സ്തുതിക്കണം. അങ്ങനെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ശബ്ദം മാത്രമാകുന്നത്ര ഉറക്കെ സ്തുതിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ശബ്ദം കേൾക്കും. അപ്പോൾ നമ്മുടെ കരണം ദൈവസ്തുതികളാൽ നിറയും. നമ്മുടെ അധരം കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ കണ്ണുകൾ അടയ്ക്കും, കരങ്ങൾ ഉയർത്തിപ്പിടിക്കും. ഇപ്പോൾ നമ്മൾ സമ്പൂർണമായി ഇന്ദ്രിയപരതയിൽ നിന്ന് മോചനം നേടുന്ന ഒരു അനുഭവം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ 20 മിനിറ്റ് സ്തുതിച്ചാൽ അതിൽ 1 സെക്കൻഡിൽ 144 അംശത്തിൽ ഒരു ഭാഗം നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ തന്നെ മറക്കും. അല്പം നേരത്തേക്ക് ലൈറ്റ് വെയിറ്റ് ആവും. ആ 1 സെക്കൻഡിന്റെ 144 ഭാഗത്തിൽ ഒരു ഭാഗം നിങ്ങളുടെ ഹൃദയം വേറൊന്നും ചിന്തിക്കാതെ ദൈവം മാത്രമായി തീരുന്ന അനുഭവം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കൊരു സായുജ്യ ബോധം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. കാരണമില്ലാത്തൊരു സന്തോഷം ഉള്ളിലുണ്ടാവും. സ്തുതിക്കുമ്പോൾ നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാവും. അതല്ലാതെ നമ്മൾ ഉറക്കെ സ്തുതിച്ചാൽ ദൈവത്തിന് എന്തെങ്കിലും ഗുണമോ, ദൈവം അത് കേട്ട് സംപ്രീതനാകുമോ? ഒന്നും ചെയ്യില്ല. സങ്കീർത്തകൻ പറയും സ്തുതികളിൽ വസിക്കുന്നവനെ എന്നൊക്കെ ദൈവത്തെ വിളിക്കും. പക്ഷെ ദൈവം ഈ സ്തുതികളിലൊന്നും വലിയ കാര്യം കാണുന്നില്ല. കാരണം നമ്മുടെ അകത്തുള്ള എന്താണെന്ന് ദൈവത്തിനറിയാം. ഇത് കഴിഞ്ഞ് നമ്മുടെ വായിൽ നിന്ന് വരാൻ പോണ എന്താണെന്നും ദൈവത്തിനറിയാം. ദൈവത്തെ സ്തുതിക്കുകയും സഹോദരനെതിരെ പറയുകയും ചെയ്യുന്ന 2 പ്രവൃത്തികൾ നാം ഒരിക്കലും ചെയ്യരുത് എന്ന് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉറക്കെ പറയുമ്പോൾ അതിലെന്തെങ്കിലും മെച്ചമുണ്ടെന്ന് കരുതണ്ട. കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ ഉത്കർഷം ഉണ്ടാക്കാൻ അത് ഉപകരിക്കും, അവരനും സഹായമാവും. അപ്പം നമ്മുടെ ഒച്ച കേൾക്കാതിരിക്കാൻ മറ്റേയാൾ അതിൽ കൂടുതൽ ശബ്ദത്തിൽ സ്തുതിക്കുമ്പോൾ സ്വന്തം ശബ്ദത്തിൽ മാത്രം ആ ശബ്ദത്തെ സംബന്ധിച്ച ആ ബോധത്തിനകത്ത് നിന്ന് നമ്മൾ വിട്ടുപോയിട്ട് ഏറ്റവും ഉയർന്ന ശബ്ദത്തിലായിരിക്കുന്ന സമയത്ത് ഏറ്റവും മൗനത്തിലായിരിക്കുന്നത് പോലെ ഹൃദയം ഒരു ശൂന്യതാ സ്ഥലത്ത് ദൈവാനുഭവത്തിൽ എത്തിച്ചേരും. സന്യാസി ദീർഘമായി തപസ് ചെയ്യുമ്പോഴും അദ്ദേഹവും 1 സെക്കൻഡിന് 144 അംശത്തിൽ ഒരു ഭാഗം മാത്രമാണ് ഈ പറഞ്ഞ സായുജ്യ പദത്തിലെത്തുക, എപ്പോഴും ഇല്ല. അപ്പം ആ അനുഭവം ഉണ്ടാവും. അത് എക്സ്ട്രീം ആയിട്ടുള്ള സൗണ്ടിലും ഉണ്ടാകും, ഏറ്റവും ഗാഢമായ മൗനത്തിലും അത് സംഭവിക്കാം. അപ്പം അതുകൊണ്ടാണ് ഉറക്കെ സ്തുതിക്കാൻ പറയുന്നത്. പക്ഷെ ഉറക്കെ നിങ്ങൾ പറഞ്ഞാൽ, ശബ്ദം ഉയർത്തി പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കേണ്ട. ഇനി വിശ്വാസിയുടെ നാവിന് സവിശേഷമായ ശക്തി ഉണ്ടെന്നാണ് പറയുക. വിശ്വാസിയുടെ നാവിന് സവിശേഷമായ ശക്തിയുണ്ട് എന്നത് ഒരു നാട്ടുപ്രയോഗം അതിൻ്റെ പുറകിലുണ്ട്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നയാളാണ്, സൂക്ഷിച്ചോ എന്ന് പറയണ കേട്ടില്ലേ? അതായത് ഞാൻ പറഞ്ഞാൽ എൻ്റെ വാക്കിന് ശക്തിയുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ അകത്ത് ദൈവമുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ പറയണേ എന്ന് പറയും. ദൈവത്തെ സാക്ഷി നിർത്തിയാൽ ഞാൻ പറയണേ എന്നൊക്കെ പറയില്ലേ? യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ നാവിന് പ്രത്യേകമായ ശക്തിയുണ്ടോ? വിശ്വാസിയുടെ നാവിന് ശക്തിയുണ്ട് എന്ന് പറയുന്നത് അബദ്ധമാണ്. അതേസമയം വിശ്വാസി എപ്പോഴും എങ്ങനെയായിരിക്കും? അയാൾ തൻ്റെ നാവിനെ അടക്കി ദൈവത്തിൻ്റെ നാവിനെ പ്രയോഗിക്കുന്ന ആളായിട്ട് മാറും. അപ്പം നമ്മുടെ നാവിന് ശക്തി ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക നാവിനാണ്. ബാഹ്യമായ നാവ് കേൾക്കുന്നയാളുടെ ബലഹീനത അനുസരിച്ചായിരിക്കും കേൾക്കുക. മനസ്സിലാണത് പ്രവർത്തിക്കുന്നത്, വാക്ക് പ്രവർത്തിക്കുന്നത് മനസ്സിലാണ്. അതല്ലാതെ സവിശേഷമായ ശക്തി വിശ്വാസിയുടെ നാവിനുണ്ടെന്ന് വിശ്വസിക്കുന്നതും അബദ്ധമാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ സംഭവിക്കാനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്രിയാത്മകമായ ആത്മാവിൻ്റെ ശേഷിയെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ശക്തിയെ നാം തിരിച്ചറിയാതെ പോകും. നാവാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രമെന്ന് വരും. അങ്ങനെ വിശ്വാസിയുടെ വാക്കിന് ശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ കെട്ട വാക്കുകൾ പറഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നാണ് പറയണേ. കെട്ട വാക്കുകൾ പറയണമെന്നില്ല, നല്ല വാക്ക് പറഞ്ഞാലും പ്രശ്നമാവും. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനല്ല നമ്മൾ നന്മയുടെ വാക്കുകൾ പറയേണ്ടത്. നമ്മുടെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് നാം സംസാരിക്കണം. അവിടെ ഹൃദയം നന്മയിലാണെങ്കിൽ നിശ്ചയമായിട്ടും നന്മയായിരിക്കും നമ്മുടെ വായിൽ നിന്ന് വരിക. മനസ്സിനകത്ത് മോശം വാക്കാണ് വരുന്നത്, അത് പുറമെ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സ്നേഹത്തിൻ്റെ വാക്കാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ പേര് കാപട്യമൊന്നല്ലേ? ഉള്ളിൽ ഒരാളുടെ ദേഷ്യം തോന്നി, അത് അടക്കി വെച്ചിട്ട് ചിരിയോടുകൂടി എന്ത് പറയുന്നു, സുഖമല്ലേ എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ അവിടെ വഞ്ചനാത്മകമായ വാക്കാണ് വന്നത്. ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ടാണ്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഹൃദയ കാപട്യമാണ് ദൈവം ഏറ്റവും കൂടുതൽ എതിർക്കുന്നൊരു കാര്യം.
ചെയ്തുകൂടാ എന്ന് പറയുന്നൊരു കാര്യം. ഹൃദയ കാപട്യമുള്ളവരാകരുത്. ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം. യേശുവിനെ കണ്ടിട്ട് ചോദ്യമൊക്കെ ചോദിക്കുകയും കൂടെ നടക്കുകയും ചെയ്തിരുന്ന കുറേ ആളുകളുണ്ട്, യഹൂദർ ഇല്ലേ? അവർ യഥാർത്ഥത്തിൽ യേശുവിനെ കേൾക്കാൻ വേണ്ടി പോയതാണോ വിമർശിക്കാൻ വേണ്ടി പോയതാണോ? അവരുടെ ഹൃദയത്തിനകത്ത് തിന്മയാണ്. ആ ഹൃദയത്തിനകത്തുള്ള തിന്മ മറച്ചു വച്ചിട്ടാണ് അവർ യേശുവിനെ അനുഗമിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോട് യേശു പറഞ്ഞു, ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നവരെ എന്ന് യേശു പറയുന്നുണ്ട്. അകത്ത് തിന്മ ഉണ്ടായിട്ട് പുറമേ നന്മ പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ കേട്ട ഒരു പ്രഘോഷണത്തിൽ, ഈ പ്രഘോഷണത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കുറ്റം പറയാണല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇത് കേട്ട ചില കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആരുടെങ്കിലും ദേഷ്യമുള്ളപ്പോൾ കുറെ ലാറ്റിൻ വാക്കും ഗ്രീക്ക് വാക്കും ഒക്കെ പഠിച്ചു വെച്ചോ, നല്ല വാക്കുകൾ, എന്നിട്ട് ദേഷ്യം വരുമ്പോൾ പകരം അത് പറഞ്ഞാൽ മതി, അപ്പോൾ ഒരു സമാധാനമാവും എന്ന് ഒരു പ്രഘോഷണത്തെ ഞാൻ കേട്ടതാണ്. പറഞ്ഞത് ചെറിയ ആളൊന്നുമല്ല. നിങ്ങൾ എനിക്ക് ചീത്ത പറയാൻ തോന്നുമ്പോൾ ഒരു ഗ്രീക്ക് വാക്ക് പഠിച്ചു വെച്ചിട്ട് കൊയ്ക്കൊരുത്തോമിനോ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, കൃപാപൂർണിമയാൽ ഉരുവാക്കപ്പെട്ടവളെ എന്നാണ്. ഞാൻ അസഭ്യം പറയുന്നതിന് പകരമായിട്ടാണ് ഈ വാക്ക് പറഞ്ഞത്. അപ്പൊ ശരിക്കു പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ആന്തരിക നാവ് പറഞ്ഞ വാക്ക് ഏതാ? അസഭ്യമാണ്. അത് വിദ്വേഷമാണ്, എതിർപ്പാണ്. അത് ഏത് ഫലമായിരിക്കും എന്നിൽ പ്രവർത്തിക്കുക? എന്നിലത് വിഷം നിറയ്ക്കും. പുറത്ത് പറഞ്ഞ ആൾക്കിത് മനസ്സിലായില്ല. അത് മനസ്സിലാവാത്തത് കൊണ്ട് അയാൾക്കിത് പ്രശ്നം ഉണ്ടാവണമെന്നില്ല. പക്ഷെ പറഞ്ഞ എനിക്കത് തിന്മ തന്നെയാണ്. അപ്പോൾ ഹൃദയകാപട്യം ഇല്ലാതിരിക്കണം. അകമേ ഉള്ളത് പുറമേ പറയണം. പുറമേ പറയുന്നത് ഉള്ളിലുള്ളതല്ലാതായി തീരരുത്. അത് ഹൃദയകാപട്യമാണ്. സങ്കീർത്തനം 34, 12, 13 തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അത് ദീർഘകാലം ഭൂമി ജീവിച്ചിരിക്കണമെങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ വാക്യം ശരിക്കും ശ്രദ്ധിക്കണം. ഇത് പറയുന്നത് നല്ലത് പറഞ്ഞാൽ നന്മ കിട്ടുമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കണം, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിക്കണം. ദീർഘായുസല്ല അവിടെ പ്രശ്നം, നിത്യതയാണ് പ്രശ്നം. പഴയ നിയമം പറയുന്നത് ദീർഘായുസിനെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ നിത്യതയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. തിന്മയിൽ നിന്ന് നാവിനെയും, അതേതാണ് നാവ്? അത് ഈ ആന്തരിക നാവാണ്. തിന്മയിൽ നിന്ന് നാവിനെ, അകത്ത് തിന്മയുണ്ട്. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം തുടങ്ങിയ 13 തിന്മകൾ അകമയുണ്ട്. ഈ തിന്മയിൽ നിന്ന് നാവിനെയും, ആന്തരിക നാവിനെയും, വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും. ഇത് മറച്ചു വെച്ചിട്ട് വ്യാജം പറയുമല്ലോ. അകത്ത് തിന്മയാണ് പറഞ്ഞത്, പുറത്ത് വ്യാജം പറയും. വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹൃദയകാപട്യം ഇല്ലാതിരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് പറഞ്ഞിട്ടാണ് നാവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നത്. ഇനി എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെയല്ല. വിശ്വാസികളായ നല്ലവരായ ആളുകൾ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല മറ്റുള്ളവർ എന്ന് പറയാം. ഇതെവിടെയാണെന്നറിയാമോ? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലെന്നൊരു പഴയ നിയമ വാക്യമുണ്ടല്ലോ. അതുമേ പിടിച്ചിട്ടാണ് ഈ പറയുന്നത്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കും. കുരിശിലേക്ക് നോക്കിയാൽ മതി. യേശുക്രിസ്തു കുരിശിൽ കിടക്കുന്ന സമയത്ത് സമീപത്തുണ്ടായിരുന്ന കള്ളൻ, ലൂക്കോസ് സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിൽ 42-ാം തിരുവചനത്തിൽ, കള്ളൻ, താൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട യേശുവിന്റെ കൂടെ കുരിശിൽ കിടക്കുന്ന കള്ളൻ. നല്ല കള്ളൻ എന്നൊക്കെ ചെല്ലി വിളിക്കും, ഇല്ല, അങ്ങനെ വേർതിരിവൊന്നുമില്ല, കള്ളൻ. ആ കള്ളൻ യേശുവിനോട് പറയും, നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെ കൂടി ഓർക്കണം. പറഞ്ഞത് പാപാവസ്ഥ മാറിയിട്ടാണോ? മാനസാന്തരത്തിന്റെ വല്ല കാര്യവും പറഞ്ഞു? തെറ്റിപ്പോയ കർത്താവ് എന്ന് പറഞ്ഞു? ഇല്ലല്ലോ. പറഞ്ഞതെന്താ? നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെ കൂടി ഓർക്കണം. നീ രാജാവാണ്, നീ പരിശുദ്ധനാണ്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അത് ആദ്യമേ മറ്റേ കള്ളനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെ കൂടി ഓർക്കണം. ഒരു വലിയ പ്രാർത്ഥനയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ യേശു തിരികെ പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ലോകത്ത് ഏറ്റവും പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച സ്ഥലമാണ് കുരിശ്. കള്ളനോട് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും, എന്നെ ഒന്ന് ഓർക്കണേ എന്ന് പറഞ്ഞപ്പോൾ നീ പറുദീസയിലായിരിക്കും എന്ന് പറഞ്ഞതാണ് ക്രിസ്തു. നാം പാപികളായിരിക്കുമ്പോഴാണ് നമ്മെ ദൈവം രക്ഷിച്ചത്, നമ്മൾ നല്ലവരായിരിക്കുമ്പോഴല്ല. ദൈവമേ രക്ഷിക്കണേന്ന് പറഞ്ഞപ്പോഴല്ല, ദൈവം രക്ഷകനെ മുൻകൂട്ടി വാഗ്ദാനം ചെയ്ത് നമുക്ക് വേണ്ടി അയച്ചു തരികയാണ്. ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ ഞങ്ങളെ രക്ഷിക്കണേന്ന് അവർ പറയുന്നില്ല. അവർ വീണു പോകുന്ന ഉടനെ തന്നെ ദൈവം പറയുന്ന കാര്യമാണ്, രക്ഷകൻ ഭൂമിയിൽ വരും.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്നുള്ളത് ഒരു പഴയ നിയമ വാക്യമാണ്. പാപി എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം ലോകത്തോട് ക്രമവിരുദ്ധമായി ബന്ധത്തിലായിപ്പോയ ഒരാളാണ്. യേശു പാപം ക്ഷമിച്ചപ്പോൾ വന്നയാളല്ല, തൻ്റെ സ്നേഹം കൊണ്ട്, സ്നേഹാർപ്പണം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദ്രവിപ്പിച്ച് പാപത്തിൽ നിന്ന് സ്വയം വിമോചിതനാകാൻ ഉൾപ്രേരണ നൽകുന്ന ആത്മാവിനെ നമുക്ക് നൽകിയ ആളാണ് ക്രിസ്തു. നമ്മുടെ പ്രവൃത്തി അല്ല ഇതൊന്നും. ഇനി പ്രാർത്ഥനയുടെയൊക്കെ ശബ്ദം കിടക്കുന്ന പറയണേ, ഭൂമിയിൽ അന്തരീക്ഷത്തിൽ കിടക്കും. ഇതൊരു ട്രിക്കാണ്. എങ്ങനെയാന്ന് വെച്ചാൽ, സയൻസിനെ ഇടയ്ക്കിടയ്ക്ക് ദൈവവചനത്തിനകത്ത് ചേർത്ത് വയ്ക്കാൻ നോക്കും. എന്തിനാണെന്നറിയാമോ? ഒതന്റിസിറ്റി കിട്ടാൻ വേണ്ടിയാ. ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു അന്വേഷണാത്മകതയാണ്. നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ചില സത്യങ്ങൾ ബോധ്യപ്പെട്ട് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായിട്ട് കാണുന്ന പ്രവൃത്തിയാണ് സയൻസിൻ്റെത്. സയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ സയൻസിന്റെ ചില കാര്യങ്ങളെ കൊണ്ടുവന്ന് വിശ്വാസവുമായി ചേർത്ത് വെച്ചാൽ വിശ്വാസത്തിന് ബലം കിട്ടുമെന്ന വിചാരം. നമ്മളൊരു കാര്യം മനസ്സിലാകേണ്ടത്, വിശ്വാസം എന്നത് സ്ഥിരമായൊരു കാര്യം, സത്യമായൊരു കാര്യമാണ്. ശാസ്ത്രം എന്നത് ഒരു അന്വേഷണാത്മകമായ കാര്യമാണ്. ശാസ്ത്രം വസ്തുനിഷ്ഠ ലോകത്ത് ഭൗതിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിശ്വാസം ഭാവാത്മകമായ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ശാസ്ത്രം അതിന് ഉപകരിക്കും. മനുഷ്യന് അല്പം സ്നേഹം വേണം, അതിന് ശാസ്ത്രം ഉപകരിക്കൂ? സ്നേഹം ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും ടാബ്ലറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? സ്നേഹം അളക്കാവുന്ന എന്തെങ്കിലും മാവിന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ സാധ്യമല്ല. സത്യം അതെങ്ങനെ കണ്ടെത്തും? സത്യം എന്ന് വെച്ചാൽ നശിക്കാത്തത്, അതെങ്ങനെ കണ്ടുപിടിക്കും? സത്യം ഒരു അമൂർത്ത യാഥാർത്ഥ്യമാണ്. ആ അമൂർത്ത യാഥാർത്ഥ്യത്തെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ ഈ അടയാളങ്ങളുടെയൊക്കെ പുറകെ പോകുന്നതിന്റെ കുഴപ്പം അതാണ്. ഇത് തെളിയിക്കാൻ വേണ്ടി ഇത് വെക്കാൻ പറ്റുമെന്നാണ്. പരിശുദ്ധ കുർബാനയിൽ യേശു വസിക്കുന്നു എന്നതിന് മാംസമായി മാറിയാൽ നടക്കുമെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാംസമായി മാറിയാൽ ക്രിസ്തു പരിമിതപ്പെടുകയാണോ അല്ലെങ്കിൽ സർവ്വവ്യാപിത്വത്തിലേക്ക് വരികയാണോ ചെയ്യുക? ഇവിടെ യേശു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തുമുള്ള യേശുവിനെ പിന്നെ എങ്ങനെ കാണും? പരിശുദ്ധ കുർബാനയിൽ യേശു തൻ്റെ ദൈവീകതയെ നിഗൂഢമാക്കി, തൻ്റെ സർവശക്തിയെ നിഗൂഢമാക്കി വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ കുർബാന എന്നതിനെ കേവലം ഒരു അപ്പത്തിൽ നിന്നും ഒരു അർപ്പണത്തിൻ്റെ ഒരു പ്രക്രിയാപരമായ കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റണം. അതൊരു വിശാലമായ കാര്യമാണ്. അതിന് ഒരിടത്ത് മാംസമായി മാറി എന്ന പരിമിതമായൊരു യാഥാർത്ഥ്യം കൊണ്ട് കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ബാക്കിയുള്ളിടത്ത് ഇല്ലേ എന്ന ചോദ്യം വരും. ഇനി യേശു ഇങ്ങനെ നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന തൻ്റെ ദൈവികതയെ നിഗൂഢമാക്കി പരിശുദ്ധ കുർബാനയിൽ വെച്ചിരിക്കുന്നുവെന്ന സഭയുടെ പഠനത്തെയും അത് ചോദ്യം ചെയ്യും. ഇപ്പൊ നിഗൂഢം അല്ലാണ്ടായി. പരിശുദ്ധ കുർബാനയിൽ തൻ്റെ ദൈവത്വവും തൻ്റെ സർവാതിശയകരമായ ശക്തിയും നിഗൂഢമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് സഭ പഠിപ്പിക്കുക. അത് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണേണ്ട കാര്യമാണ്. അത് ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം കൊണ്ട് കണ്ടു തീരുമാനിക്കാവുന്ന കാര്യമല്ല. ചിലയിടങ്ങളിൽ അങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ, ചോദ്യം ചെയ്യപ്പെട്ട സമയങ്ങളിൽ, വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ട സമയങ്ങളിൽ. പരിശുദ്ധ കുർബാനയെ ഒരു കഴുത വണങ്ങുന്ന സംഭവം നമുക്കറിയാൻ പാടില്ലേ? ഒരു കഴുത വണങ്ങുന്നു. വിശുദ്ധ അന്തോനീസിന്റെ കഥയിലാണതുള്ളത്. ഒരു സ്ഥലത്ത് വൈക്കോലിട്ട് കൊടുത്തു, ഒരു ദിവ്യകാരുണ്യം വെച്ച് ദിവ്യകാരുണ്യം കണ്ടപ്പോൾ കഴുത വണങ്ങിയെന്നാണ്. അതുകൊണ്ട് കഴുതയ്ക്ക് ദിവ്യകാരുണ്യം മനസ്സിലായി, കഴുതകൾക്ക് ദൈവത്തെ കാണാൻ കഴിയും എന്നൊരു കാര്യം പ്രചരിപ്പിച്ചാലോ? അത് ആ ഒരു പ്രസന്റ് മൂമെന്റിൽ അപ്പം സംഭവിക്കേണ്ട ഒരു വിശ്വാസവർദ്ധനവിനായി ഉണ്ടായ ഒരു കാര്യം മാത്രമാണ്. അത്തരമുള്ള കാര്യങ്ങളിൽ ബലം പിടിക്കുന്നത് മൂലം സംഭവിക്കുന്ന അബദ്ധം എന്താണെന്നറിയാമോ? യാഥാർത്ഥ്യത്തിൽ നിങ്ങളാണ് കുർബാനയെന്നും നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെതാണെന്നും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മുറിച്ചു വിളമ്പേണ്ടവരുമാണെന്നുള്ള, അവരെന്നുള്ള ഭക്ഷണമാണ് നിങ്ങളെന്നുള്ള പരമമായ യാഥാർത്ഥ്യം കുർബാനയിൽ നിന്ന് അകന്നു പോകും. ഇതൊരു വിശ്വാസ വർധനവിനുണ്ടാകുന്ന കാര്യമല്ല, വിശ്വാസ കുറവിനുണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ പറഞ്ഞു വന്നത്, അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയുടെ ശക്തി ഇങ്ങനെ ശബ്ദം നിലനിൽക്കുന്ന പറഞ്ഞ് സമ്മതിച്ചു. സയൻസ് ആണല്ലോ, സമ്മതിച്ചു. ഏത് ശാസ്ത്രീയ യുക്തിക്കും അംഗീകരിക്കാം, ഇങ്ങനെ കണ്ടെത്താമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ നമ്മളിനി വചനം പറയണ്ടല്ലോ, നമ്മളിനി പ്രാർത്ഥിക്കണ്ടല്ലോ. യേശുവിന്റെ ശബ്ദം തന്നെ കിടപ്പില്ലേ അന്തരീക്ഷത്തിൽ? സ്ലീഹാന്മാരുടെ ശബ്ദം കിടപ്പില്ലേ അന്തരീക്ഷത്തിൽ? വിശുദ്ധാത്മാക്കൾ പറഞ്ഞതൊക്കെ കിടപ്പില്ലേ അന്തരീക്ഷത്തിൽ?
അന്തരീക്ഷത്തിൽ ഇവയൊക്കെ കിടക്കും, എനർജി ഫോമാണെന്നൊക്കെ പഠിപ്പിക്കുന്നത് വിഡ്ഢിത്തമാണ്. വാക്കുകൾ പ്രവർത്തിക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള സഞ്ചാരമാണ് വാക്കിൻ്റെത്. വാക്ക് ദൈവത്തെ, ദൈവസ്നേഹത്തെ, ദൈവാനുഭവത്തെ പരിഭാഷപ്പെടുത്തുന്ന കാര്യം മാത്രമാണ്. വാക്ക് ഒരു പരിഭാഷയാണ്. ട്രാൻസ്ലേഷൻ ഈസ് എ ട്രാൻസ്ലേഷൻ ഓഫ് എ ട്രാൻസ്ലേഷൻ. വാക്കായ ദൈവത്തെ, ശബ്ദമായ ദൈവത്തെ ശരീരമാക്കി പരിഭാഷപ്പെടുത്തുകയാണ് ക്രിസ്തു. ക്രിസ്തുവിൽ ശരീരമായി വെളിപ്പെട്ട ദൈവത്തെ നമ്മുടെ ജീവിത പ്രവർത്തികൾ വഴി പരിഭാഷപ്പെടുത്തുകയാണ് നമ്മൾ. അങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത്. വാക്കിന്റെ ബലത്തിലല്ല, നാക്കിന്റെ ബലത്തിലല്ല. അപ്പൊ അങ്ങനെ ഉയർന്ന ശബ്ദത്തിൽ പ്രാർത്ഥിച്ചാൽ അത് അന്തരീക്ഷത്തിൽ കിടക്കും, അത് ഗുണകരമാകും എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധിയുടെ ഒരു വൈകല്യമായിട്ട് നമ്മൾ കാണണം. അങ്ങനെ കിടക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നുമല്ല. ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന സഹോദരന്, സഹോദരിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തേജനം നൽകും, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന ബോധ്യം നൽകും. പ്രാർത്ഥനയുടെ ബന്ധത്തിലേക്ക് വളരാൻ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നത് ഒരു കൂട്ടായ്മയ്ക്കകത്ത് നല്ലതാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ശബ്ദത്തിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നതും നല്ലതാണ്. ഒറ്റയ്ക്കിരുന്ന് ഒരാൾ ഭാഷാവരത്തിൽ സ്തുതിച്ചാലോ മിക്കവാറും ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് ഉറപ്പാവും, ഇല്ലേ? ആദ്യകാലത്ത് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒറ്റയ്ക്കിരുന്നൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഭാഷാവരത്തിലൊക്കെ സ്തുതിക്കുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് പേടിയായിരുന്നു വട്ടായി പോയതാണോ. 200-ലധികം ഭാഷകൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. ഭാഷാവരത്തിൽ സ്തുതി ഇങ്ങനെ വന്നാൽ ഒത്തിരിയേറെ സ്തുതിപ്പിൻ്റെ ഭാഷകളുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ അങ്ങനെ പള്ളിയിൽ നിന്ന് കുർബാനയ്ക്കിടയിൽ ഒരൊറ്റ സ്തുതിപ്പൊങ്ങ് സ്തുതിച്ചാലോ, ദൈവത്തോടുള്ള സ്നേഹം മൂത്തിട്ടേ സ്തുതിച്ചാലോ. അപ്പൊ അവിടെ നമ്മൾ വിവേകം ഉപയോഗിക്കും. ശബ്ദമാണ് ഈ പ്രപഞ്ചത്തിനകത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ നമുക്ക് നല്ല ശബ്ദത്തിൽ അങ്ങ് വെച്ചാൽ പോരെ, ഉറക്കെ മൈക്കിലങ്ങ് വെച്ചാൽ പോരെ, പിന്നെന്താ പേടിക്കണം? ശബ്ദമുണ്ടല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വാക്ക് ഊർജമല്ല, വാക്ക് ജീവനാണ് പ്രദാനം ചെയ്യുന്നത്. വാക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നത് ദൈവത്തിന്റെ വാക്കാണ്. മനുഷ്യന്റെ വാക്ക് സ്നേഹം പ്രകാശിപ്പിക്കുന്നതാണ്. ഇനി നമ്മുടെ നാവിൽ നിന്ന് നല്ലത് പുറപ്പെടണം, നന്മ പറയണം. 1 പത്രോസ് 3:9 പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ശപിക്കുമ്പോഴും അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കാതെ, നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കാതെ നന്മ പറയണം. കാരണം എന്താ? നമ്മുടെ അകത്ത് നന്മയായൊന്ന് വസിക്കുന്നത് കൊണ്ടാണ്. അത് നാവിൻ്റെ പ്രത്യേക സൂത്രമൊന്നുമല്ല. ഒരുത്തിന് നാശം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ, നമ്മളൊരാൾ ചീത്ത പറയുകയാണേ, അപ്പം നമ്മളയാൾ പറയാം ദൈവം അനുഗ്രഹിക്കട്ടെ, പണി കിട്ടും നിനക്ക് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് അത് പറയണമെങ്കിലോ അതൊരു കാപട്യമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തിൽ പറയണത് എന്താ? പറയണമെങ്കിൽ എന്താ ബോധ്യം ഉണ്ടാകേണ്ടത്? അവൻ എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു നിന്ദനം ഞാൻ ഏറ്റപ്പോൾ നിന്ദിക്കപ്പെട്ട ക്രിസ്തുവിനോടൊപ്പം ഞാൻ ആയിട്ടുണ്ട് എന്ന സന്തോഷത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി. അപ്പൊ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവം കൂടുതലുള്ള അനുഭവം അപ്പം തന്നെ നിനക്കുണ്ടാവും. അതിനു പകരം നാം വാക്ക് കാപട്യത്തിൽ ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല. നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കരുതെന്ന് പറയുന്നത് ഹൃദയത്തിനകത്ത് ദൈവമുണ്ടെന്ന് ഓർമ്മയുണ്ടാവാനും നിന്ദിക്കപ്പെട്ട ക്രിസ്തുവിനോടൊപ്പം നീ ആയിത്തീരുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിനക്ക് ദൈവാനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ അതൊരു മാർഗമാണ് എന്നതുകൊണ്ട് നീ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമായപ്പോൾ ലഭിക്കും. അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. നല്ല വാക്ക് പറയാൻ ശീലിക്കണം. തിന്മയുടെ വാക്ക് പറയരുത്, മോശപ്പെട്ട വാക്കുകൾ പറയരുത്. എറണാകുളത്തുള്ള ചില നല്ല വാക്കുകൾ തിരുവനന്തപുരത്ത് മോശപ്പെട്ട വാക്കുകളാണ്. ചില മത്സ്യത്തിന്റെ പേരൊക്കെ ഇവിടെ പറയണത് പോയി തിരുവനന്തപുരത്ത് പറഞ്ഞാൽ ഇടി കിട്ടും. പല വാക്കുകളും ഭാഷയുടെ പരിമിതി കൊണ്ട് ഒരിടത്ത് നന്മയായിട്ട് ഉപയോഗിക്കുന്നത് വേറെ സ്ഥലത്ത് മോശമാണ്. തമിഴ്നാട്ടിൽ നന്മയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് കേരളത്തിൽ മോശപ്പെട്ട വാക്കാണ്. അപ്പോൾ ഭാഷയുടെ വൈവിധ്യം അനുസരിച്ച് ഈ പറയുന്ന വാക്കിന്റെ സ്വഭാവം മാറാം. നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ നാവിൽ നിന്ന് നന്മ പറയാൻ ശീലിക്കുകയാണോ വേണ്ടത്? ഹൃദയത്തിൽ നന്മ ഉണ്ടാവുകയാണോ വേണ്ടത്? നിങ്ങൾ ഹൃദയത്തിൽ നന്മയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്ന് നല്ല വാക്കേ വരൂ. യേശുവാണ് അകമേ വസിക്കുന്നതെന്നും അവനിലാണ് ജീവിക്കുന്നതെന്നും ബോധ്യമുള്ള ഒരാളുടെ നാവിൽ നിന്ന് മോശപ്പെട്ട വാക്ക് വരില്ല. അത് ഭാഷയൊന്നും പഠിക്കണ്ട. മോശം വാക്ക് അറിയാഞ്ഞിട്ടാണോ നല്ല വാക്ക് നമ്മൾ പറയണേ? മോശപ്പെട്ട എത്രയോ വാക്കുകൾ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളതെന്താ പറയാത്തത്? നമ്മുടെ ഹൃദയത്തിനകത്ത് നന്മയാണുള്ളതെന്നുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് വാക്കുകളെ ചൊല്ലിയുള്ള ഇത്തരം
വ്യർത്ഥഭാഷണത്തിൽ പെടാതിരിക്കുകയാണ് നല്ലത്. യഥാർത്ഥത്തിൽ നല്ല വാക്ക് പറയാൻ ശീലിക്കുകയല്ല വേണ്ടത്. ക്രിസ്തുവിലായിത്തീരാനായി ഹൃദയം ദാഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ വിലകെട്ടവയാകില്ല. ദൈവത്തിൻ്റെ വാക്കായി നീ മാറും. എഫെസ്യർ 4:29 പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അധരത്തിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. എന്തുകൊണ്ട് അങ്ങനെ തിന്മയുടെ വാക്കുകൾ പുറപ്പെടരുതെന്ന് പറയുന്നത്? 30 തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അകമേ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പൊ അകമേ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നതെന്ന ബോധ്യമില്ലാതെ പോകുമ്പോഴാണ് നമ്മുടെ അധരത്തിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ വരുന്നതെന്ന് അതിനർത്ഥം. അല്ലാണ്ട് നമ്മൾ തിന്മ പറഞ്ഞ് അകത്തിരിക്കുന്ന ആത്മാവ് വേദനിക്കുമെന്നല്ല. നമ്മുടെ അകമേ തിന്മയുള്ളപ്പോഴാണല്ലോ നമ്മൾ തിന്മ പറയുന്നത്. അകമേ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആത്മാവിൻ്റെ വാസത്തിൽ ഉറയ്ക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അധരത്തിൽ നിന്ന് അതിനെതിരായ സംസാരം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഹൃദയത്തിൽ ബോധ്യമുണ്ടാകണം. ദൈവാത്മാവ് ഹൃദയത്തിനകത്ത് വസിക്കുന്നു എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അസഭ്യം പറയുന്ന നാവിൽ അഭിഷേകം വരില്ലെന്നാണ് പറയുന്നത്. ഈ അസഭ്യം പറയുന്ന നാവ് എവിടെ പ്രവർത്തിക്കുന്നതാ? അഭിഷേകം ഇല്ലാത്തപ്പോഴാണ്. അഭിഷേകം എന്ന് വെച്ചാൽ എന്താ? ഈ കുളിരും പെയ്തിറങ്ങുന്നതും ശക്തിയൊന്നും അല്ലല്ലോ. അകത്തുള്ളവനെ തിരിച്ചറിയുന്നതിന്റെ പേരാ അഭിഷേകം. നിന്റെ അകത്ത് വസിക്കുന്ന ദൈവാത്മാവിനെ നീ തിരിച്ചറിയുമ്പോഴാണ് നീ അഭിഷേകമുള്ള ആളായിട്ട് മാറുക. അപ്പൊ നിന്റെ അകത്ത് അങ്ങനെ ദൈവാത്മാവ് വസിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാകാതെ, ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് തിരിച്ചറിയാതെ, യേശുവാണിൽ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയാതെ പോകുമ്പോൾ അയാളെ തിരിച്ചറിയാതെ പോകുന്നു. അപ്പോഴാണ് അയാൾക്ക് അസഭ്യം പറയാൻ കഴിയുക. അസഭ്യം പറയുന്നൊരു വാക്കിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ. ഒരു വാക്കിന്റെ മാത്രം പ്രശ്നമാണോ? നമ്മൾ ഒരാളെ അടിക്കാൻ തീരുമാനിക്കുന്നത്ര ഹൃദയത്തിന് ദേഷ്യം ഉണ്ടാകുമ്പോൾ, അടിച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റമാകുന്നുള്ളത് കൊണ്ട് നമ്മൾ ജയിക്കാൻ വേണ്ടി മറ്റേ ആളെ നിഷിച്ച് പറയുന്ന വാക്കിനാണ് നമ്മൾ അസഭ്യമൊക്കെ ഉപയോഗിക്കുന്നത്. ഒരാളെ അമർച്ച ചെയ്യാൻ, അപമാനിക്കാൻ, അയാളെ ഒന്നുമല്ലാതാക്കാൻ, അയാളുടെ വ്യക്തിത്വത്തെ ഹത്യ ചെയ്യാൻ, അതിനൊക്കെയാണ് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് അകത്ത് ദൈവം വസിക്കുന്ന ബോധ്യമില്ലാണ്ട് പോകുന്നത്, അപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് തിന്മ വരും. അല്ലാതെ തിന്മ വരുമ്പോൾ അഭിഷേകം പോകുമെന്നല്ല ചെയ്യുന്നത്. അഭിഷേകം ഇല്ല, ഈ ബോധ്യം ഇല്ലാണ്ട് വരുമ്പോഴാണ് മോശം വാക്കുകൾ വരുന്നത്. ഇനി പരിശുദ്ധാത്മാവ് നാവിൻ്റെ രൂപത്തിൽ വന്നു, അപ്പോഴാണ് അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു നാവിൻ്റെ രൂപത്തിലല്ലാതെ ഒരു മെത്രാൻ സ്ഥൈര്യലേപനത്തിൽ ഒരു കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് ക്രിസമോയിൽ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നില്ല. ഒരു ബഹളവും ഒന്നുമില്ലാതെ, നാവുമില്ല, ഒന്നുമില്ലാതെ. അന്ന് പന്തക്കുസ്തായിൽ അവർ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അഗ്നിനാളങ്ങൾ ഇറങ്ങി വന്നു. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അഗ്നിനാവുകൾ ഇറങ്ങി വന്നു. അത് ഈ നാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഹൃദയത്തിലാണ്. അത് അഗ്നിയുടെ രൂപത്തിലാണെന്നത് അന്നത്തെ ഒരു അനുഭവതലമാണ്. എങ്കിൽ പ്രാവിൻ്റെ രൂപത്തിൽ ക്രിസ്തുവിൻ്റെ മേലെ ഇറങ്ങി വന്നല്ലോ. നമ്മുടെ പ്രാവൊക്കെ പരിശുദ്ധാത്മാവോ? അപ്പം അതുകൊണ്ട് അത്തരം പ്രതീകങ്ങളെ സംബന്ധിച്ച ചിന്തകൾ ഈ നാവിൻ്റെ ഉപയോഗവുമായ കാര്യത്തിൽ ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇനി എല്ലാം നാവിൻ്റെ ശുശ്രൂഷകളാണ് സഭയിലുള്ളതെന്ന് പറയണേ. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ ഉരുവിടുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. നാവ് കൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നു. കുമ്പസാരത്തിൽ നാവ് കൊണ്ട് ആശീർവാദം കൊടുക്കണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. ഒരു ആശീർവാദത്തിന് നാവ് വേണം നിർബന്ധമില്ല. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, പുരോഹിതൻ ഒറ്റയ്ക്ക് അർപ്പിക്കുമ്പോൾ, അദ്ദേഹം പുസ്തകത്തിൽ നോക്കി മാത്രം വായിക്കുന്ന, ഉറക്കമൊന്നും ചെല്ലുന്നില്ല, നാവേ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഉണ്ടാവില്ലേ സംഭവം? പ്രൈവറ്റ് മാസ് ചെല്ലുമ്പോൾ. അങ്ങനെ പ്രൈവറ്റ് മാസ് ചെല്ലുന്ന പുരോഹിതരുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ടല്ലോ. ഈ കൗദാശിക സ്ഥാപന വചനങ്ങളൊന്നും ഉരുവിടുന്നില്ല. ഒക്കെ അത് നോക്കി വായിക്കുന്നു, ശബ്ദത്തിൽ പറയുന്നില്ല. ശബ്ദമല്ല അവിടെ പ്രവർത്തിക്കുന്നത്, നാവല്ല പ്രവർത്തിക്കുന്നത്. പുരോഹിതന്റെ ജീവാർപ്പണം, ശുശ്രൂഷകന്റെ സ്ഥാനത്ത് നിന്നുള്ള അർപ്പണം, സകല ജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രവൃത്തി, ദൈവത്തെ പ്രതി സ്വയം അർപ്പിക്കുന്ന പ്രവൃത്തിയാണ് കുർബാനയായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ട് നാവല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, നാവ് ഇത്രയും പ്രധാനപ്പെട്ടതാണെങ്കിൽ സംസാരശേഷിയില്ലാത്ത എത്രയോ സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, മൂകരായവർ. അവരൊന്നും അനുഗ്രഹിക്കപ്പെടില്ലേ? അതുകൊണ്ട് നാം കേവല അവയവങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്ന ഇത്തരം ഭാഷ്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് മാത്രമല്ല, അതൊരു യുക്തിയില്ലാത്തതായി പോകും പലപ്പോഴും. ഇനി ഒരു വലിയ ആശീർവാദം ശബ്ദമില്ലാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, പത്രങ്ങളിലൊക്കെ വന്നതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ശബ്ദം നഷ്ടപ്പെട്ട സമയത്ത് ഒരു ആശീർവാദം തന്നു. എൻ്റെ ശേഖരത്തിൽ അതിപ്പോഴും ഇരിപ്പുണ്ട്. എത്ര വേദനാജനകമായ, ഹൃദയത്തിൽ കൊള്ളുന്ന ആശീർവാദമായിരുന്നത്. ഞാൻ നേരിട്ട് കണ്ടില്ല തരണത്, പത്രത്തിൽ വന്ന ഫോട്ടോയാണ്. പക്ഷേ ശബ്ദം പോയപ്പോൾ
വായ ഇങ്ങനെ വെറുതെ തുറന്നു പിടിച്ചുകൊണ്ട് കരങ്ങൾ കൊണ്ട് ആശീർവദിക്കുന്ന പാപ്പ. ആശീർവാദം ഒരു ഹൃദയത്തിൻ്റെ അർപ്പണമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കേവലം നാവിൻ്റെ പ്രവൃത്തിയായി തരം താഴ്ത്തുന്ന രീതിയിൽ ഈ ശുശ്രൂഷകളിലൊക്കെ നാവ് ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ആണിങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇനി ഒരു കാര്യം ആലോചിക്കുക. ഒരു പരസ്യമായി പ്രാർത്ഥിക്കാനോ ആശീർവദിക്കാനോ ഒന്നും കഴിയാത്ത സമയത്ത് ഒരു പുരോഹിതനെ ആശീർവദിക്കാൻ കഴിയില്ലേ? മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ? ശബ്ദത്തിലൊന്നും പ്രാർത്ഥിക്കുന്നില്ല, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ വയ്യേ? ശുശ്രൂഷകളിലൊക്കെ നാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഭവം തോന്നുന്നത് അവരവർക്ക് ബോധ്യമില്ലാതെ പോകുമ്പോണ്ടാകുന്ന കാര്യം. അവർക്ക് ചിലർക്ക് ബോധ്യമുണ്ടാകും. ചിലർ പറയും, എന്ത് ശബ്ദത്തിലാ പ്രാർത്ഥന, നന്നായിട്ടുണ്ടായിരുന്നു. ശബ്ദം കേട്ടുള്ളന്നേ കാര്യത്തിലേക്ക് പോയില്ല. ഒരാൾ മിണ്ടുന്നില്ല. റെസ്പോൺസ് ഇല്ലാത്ത ആളുകളെ കണ്ടിട്ടില്ലേ? ഒന്നും മിണ്ടുന്നില്ല. നാവ് ആണ് പ്രധാനപ്പെട്ടതെന്ന് ചിന്തിക്കരുത്. നീ ദൈവത്തിൻ്റെ നാവ് പോലെ ആകണമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്ന നാവാകണമെങ്കിൽ നിന്റെ ഹൃദയം ദൈവത്തിലായിത്തീരണമെന്നതാണ് കാര്യം. നീ എന്തായിരിക്കുന്നുവോ അതാണ് നീ പ്രകാശിപ്പിക്കുക. നീ പറയുന്നതായിത്തീരുകയല്ല. നാവ് ദുഷ്ടതയുടെ ഒരു തീയാണ് എന്ന് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കും. അതേ നാവ് തന്നെയാണ് നമുക്ക് നമ്മെ തന്നെ പ്രകാശിപ്പിക്കാനും ദൈവത്തിന് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഉപകരണമായിട്ട് മാറുന്നത്. നമ്മുടെ കരണമാണ് നാവ്. നമ്മുടെ ശരീരത്തിലൊരു ഭാഗം മാത്രം. ശരീരം മുഴുവൻ ദൈവത്തിൻ്റെതാണ്, ആത്മാവും മനസ്സും. ആ ഒരു ബോധ്യത്തോടെ സ്വയം സമർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കരണീയമായിട്ടുള്ളത്. നാവിന് പ്രത്യേകമായി ശക്തിയോ ശേഷിയോ ഒന്നുമില്ല. നമ്മുടെ ഹൃദയത്തിലുള്ളത് അത് പ്രകാശിപ്പിക്കും. അത് കണ്ണുകൊണ്ടും ചെയ്യാൻ പറ്റും, കൈകൊണ്ടും ചെയ്യാൻ പറ്റും, നാവുകൊണ്ടും ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മെ തന്നെ പ്രകാശിപ്പിക്കാനുള്ള അവസരമാണ്. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ള ദൈവത്തെ മറ്റുള്ളവർ കൂടി അനുഭവിക്കാൻ, ആ ദൈവത്തെ പകർന്നു കൊടുക്കുന്ന അനുഭവമായി, സ്നേഹാനുഭവമായി നമ്മുടെ ജീവിതം ആകെ മാറട്ടെ. നമ്മെ തന്നെ അപ്രകാരം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.